പൂവാണ് അവന് കവിതകൾ. തൻ്റെ നിഴലാണ് സാക്ഷി. പക്ഷേ ഇത് വെളിച്ചത്തിൻ്റെ എതിർലിംഗമല്ല, തൻ്റെ തന്നെ നേർരൂപമാണ്. അത് കണ്ണാടിക്ക് മുന്നിലെ വെറുമൊരു പ്രതിബിംബം മാത്രമല്ല. ആ രൂപത്തിന് ആത്മാവുണ്ട്. ചിരിക്കാനും കരയാനുമറിയുന്ന, ഊമണമറിയുന്ന പ്രണവ് തന്നെയാണ് ആ രൂപം. അവനാണ് എന്നോട് കവിത പറയുന്നത്. ഞാനത് മൂളുന്നു. എൻ്റെ അമ്മ എഴുതുന്നു. പയ്യന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി പ്രണവ് തൻ്റെ കവിത രചന വിവരിക്കുകയായിരുന്നു. ചുമരുകളും വാതിലുകളും അള്ളിപ്പിടിച്ച് നടത്തം മറന്ന കാലുകൾ ചലിപ്പിച്ച് പ്രണവ് അകത്തെ കണ്ണാടിക്ക് മുമ്പിലേക്ക് വേഗം നടന്നു നീങ്ങും. പിന്നെ കണ്ണാടിയിലെ പ്രണവാണ് കവിതകൾ ചൊല്ലുക. ഉടൻ അമ്മ എഴുതിയെടുക്കും. ഒട്ടും മടി കൂടാതെ പറയാം. പ്രണവ് കണ്ണാടിയിൽ നോക്കി പറഞ്ഞത് 3 എണ്ണം പറഞ്ഞ സൃഷ്ടികൾ.